ഒക്കെ വരുമല്ലേ, അപ്പം നമുക്കൊരു ഹാറ്റ് ചെയ്താലോ? അപ്പം നമ്മൾ ക്രിസ്മസ് പപ്പയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കയറി കാണണേ. അപ്പോൾ ദാ റെഡും അതേപോലെ തന്നെ വൈറ്റും യാൺ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെഡ് യാണിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് മാജിക് റിങ്ങിനകത്ത് 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യമേ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടാണ് മാജിക് റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാജിക് റിങ് ചെയ്യാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതിനകത്ത് നമുക്ക് 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2, 3, 4, 5, 6 അങ്ങനെ 6 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം ക്ലോസ് ചെയ്യാവേ. അപ്പോഴത്തേക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിനകത്ത് വെച്ചാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ആ ഒരു കൊച്ചു യാണുണ്ടല്ലോ, ഫസ്റ്റ് തുടക്കത്തിലുള്ള ചെറിയ യാൺ നമുക്കൊന്ന് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു നടുക്കുള്ള ആ ഒരു ഹോളുണ്ടല്ലോ അത് ക്ലോസ് ആവും. എന്നിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനകത്തോട്ട് നമ്മുടെ ആ ഒരു നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഹുക്ക് വലിച്ചെടുക്കണം. ആ ഒരു നീളമുള്ള ലോങ് ടൈലിൽ നിന്ന് ഒരു നൂല് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ഒരു ബേസായിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് റെഡിയാവും. അതോടെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റൗണ്ട് ഫുള്ള് നമ്മൾ ഈ ഒരു ഹാറ്റിന് ഇൻക്രീസ് മാത്രമാണ് ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിൽ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു പിന്നാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യാവേ. അതിനുശേഷം നമുക്ക് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഞാൻ ചെയ്യുവാണ്. നമുക്കൊരു ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നീട് സെക്കൻഡ് സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നീട് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ 2 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് 8 സിംഗിൾ ക്രോഷയാണ് ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തേർഡ് റൗണ്ടിന് അടുത്ത ഈ പറയുന്ന 3 സ്റ്റിച്ചിനകത്ത് സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നമ്മൾ ഇൻക്രീസ് ചെയ്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷയും ഇൻക്രീസും ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷയും ഇൻക്രീസുമാണ് ചെയ്യുന്നത്. ആദ്യത്തെ 3 സ്റ്റിച്ചിന് സിംഗിൾ ക്രോഷ, ഓരോ സിംഗിൾ ക്രോഷ വെച്ച് ഓരോ സ്റ്റിച്ചിനും ചെയ്യും. എന്നിട്ട് നാലാമത്തെ സ്റ്റിച്ചിന് നമ്മൾ ഇൻക്രീസ് ചെയ്യും. 2 സിംഗിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ തന്നെ ചെയ്യുന്നതന്നെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു സെക്കൻഡ് സെറ്റ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആവും. അപ്പം ടോട്ടലായിട്ട് നമുക്ക് 10 സ്റ്റിച്ചസാണ് കിട്ടുന്നത്. അടുത്ത നമ്മുടെ ഫോർത്ത് റൗണ്ടിനകത്ത് നമ്മൾ 4 സിംഗിൾ ക്രോഷയാണ് ആദ്യത്തെ 4 സ്റ്റിച്ചുകളിൽ ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് 4 എണ്ണത്തിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അഞ്ചാമത്തെ സ്റ്റിച്ച് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ ചെയ്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ 2 സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫോർത്ത് റൗണ്ടിൽ ടോട്ടലായിട്ട് 12 സിംഗിൾ ക്രോഷയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അത്രയും ചെയ്തിട്ട് വരാവേ. അങ്ങനെ നമ്മൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഫിഫ്ത്ത് റൗണ്ടാണ്. ഫിഫ്ത്ത് റൗണ്ടിൽ നമ്മൾ നേരത്തെ 4 സിംഗിൾ ക്രോഷേ ആണെങ്കിൽ ഈ ഒരു ഫിഫ്ത്ത് റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത് ആദ്യത്തെ 5 സ്റ്റിച്ചസ്. പിന്നീട് 6th സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് 2 സിംഗിൾ ക്രോഷേയും സെയിം സ്റ്റിച്ച്. അങ്ങനെ 2 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമുക്ക് അഞ്ചാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14 സിംഗിൾ ക്രോഷേ ആണ് ടോട്ടലായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫിഫ്ത്ത് റൗണ്ട് ചെയ്തിട്ട് വരാവേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതിയേ.
അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇൻക്രീസ് മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. അടുത്ത നമുക്ക് 6th റൗണ്ടാണ്. 6th റൗണ്ടിനകത്ത് ആദ്യമേ 6 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ആദ്യത്തെ 6 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് നമ്മൾ ചെയ്യും. 7ാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ സിംഗിൾ ക്രോഷയാണ്, അതായത് ഇൻക്രീസ് 2 സിംഗിൾ ക്രോഷേ ഇൻ സെയിം സ്റ്റിച്ച് എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ നമുക്ക് 2 സെറ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 സെറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ടോട്ടൽ 16 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഓരോ റൗണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ എണ്ണി പോയാൽ മതി. അപ്പം ഞാനിതൊരു കുഞ്ഞ് ഒരു ഹാറ്റാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഏതാണോ നിങ്ങളുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഈ ഒരു ഓരോ റൗണ്ടും എണ്ണം കൂട്ടി പോയാൽ മതി. 7th റൗണ്ട് ആകുമ്പോൾ 7 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ആ ഒരു രീതിയിൽ എത്ര വേണോ അതനുസരിച്ച് പോയാൽ മതി. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 6th റൗണ്ടാണ്. 6th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 16 സിംഗിൾ ക്രോഷയാണ് വരുന്നത് ടോട്ടൽ. ഇനി നമുക്ക് 7th സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റെഡ് വെച്ച് യൂസ് ചെയ്യുന്ന ലാസ്റ്റ് സെറ്റ്. അപ്പോൾ നിങ്ങളുടെ ലെന്ത് അനുസരിച്ച് നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാവേ. ഇപ്പം ഞാൻ ഒരു ചെറിയ ഒരു ഹാറ്റാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു നമ്മുടെ കീച്ചൺ ഉണ്ടാക്കിയില്ലേ ഇന്നലെ പിഗിൻ്റെ, അപ്പോൾ അതിൻ്റെ ഒരു അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറുത് മതി. അപ്പോൾ 7th റൗണ്ടിനകത്ത് 7 സിംഗിൾ ക്രോഷയും ഓരോ സ്റ്റിച്ചസിനകത്തും, പിന്നെ ലാസ്റ്റ് 8th സ്റ്റിച്ചിനകത്ത് ഇൻക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 7 സ്റ്റിച്ചസിനകത്ത് സിംഗിൾ ക്രോഷേ ഓരോന്നും വെച്ചും 8ാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 7th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം 18 സിംഗിൾ ക്രോഷയാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നത്. അതോടെ നമ്മൾ ആ ഒരു റെഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് യാണിലോട്ട് മാറ്റുവേ. അപ്പോൾ വൈറ്റ് യാണിൽ നമ്മൾ ഈ ഒരു കളർ ചേഞ്ച് എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് യാൺ എടുത്തിട്ട് ആ ഒരു പുറത്ത് തന്നെ വെച്ചിട്ട് അകത്തൂടെ ഇൻസേർട്ട് ചെയ്ത് ആ ഒരു ഹുക്കിനകത്തോട്ട് വലിച്ചിട്ട് ഒരു ചെയിൻ വെച്ച് നമ്മളൊന്ന് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സിമ്പിളാണ്. ആദ്യമേ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാണും, ശ്രമിച്ച് നോക്കിയാൽ മതി, കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഫുള്ള് നമുക്കൊരു 18 സ്റ്റിച്ചാണ് ലാസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. 8th റൗണ്ട് നമ്മൾ ഫുള്ള് ഈ പറയുന്ന പോലെ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതായത് 18 സിംഗിൾ ക്രോഷേ ഇൻ ഈച്ച് സ്റ്റിച്ച്, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ടോട്ടൽ 18 സ്റ്റിച്ചാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങാം. അപ്പം അടുത്ത 9th സ്റ്റിച്ചാണ്. 9th സ്റ്റിച്ചിനകത്ത് നമുക്ക് 8 സിംഗിൾ ക്രോഷയും പിന്നെ അടുത്ത 9th സ്റ്റിച്ചിനകത്ത് നമുക്ക് ഇൻക്രീസുമാണ് വരുന്നത്. അപ്പം മൊത്തത്തോടെ നമുക്ക് 20 സ്റ്റിച്ചസാണ് ഈ ഒരു 8th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോയാൽ മതി. അടുത്ത 10th റൗണ്ട് ആകുമ്പം 9 സിംഗിൾ ക്രോഷേ ഇൻക്രീസും. അപ്പം നമ്മളുടെ ആ ഒരു ഞാൻ പറഞ്ഞ ഹാറ്റിൻ്റെ അളവ് വേണ്ടുന്ന അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കാരണം ഇൻക്രീസും സിംഗിൾ ക്രോഷയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട്, അത് എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മളുടെ ഈ ഒരു 9th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 സിംഗിൾ ക്രോഷേ ആണ് മൊത്തം കിട്ടുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ക്രിസ്മസ് പപ്പയുടെ ഇട്ടിട്ടുണ്ട്, സ്നോമാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവരാണെങ്കിൽ കയറി കാണണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് അടുത്ത പുതിയ ഏത് ക്രോഷേഴ്സോ സംഭവങ്ങളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അടുത്ത നമ്മൾ 10th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 10th റൗണ്ടിനകത്ത് 9 സിംഗിൾ ക്രോഷയും 10th സ്റ്റിച്ചിനകത്ത് ഇൻക്രീസുമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരുവിധം എല്ലാം മനസ്സിലായി കാണും. കാരണം ഓരോ സെയിം പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഓരോ റൗണ്ടിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഡൗട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ കുറച്ച് ഡൗട്ട് വരുന്നത് സ്റ്റാർട്ടേഴ്സിനാണ്. പക്ഷേ അത് ചെയ്ത് തുടങ്ങുമ്പം നമുക്ക് ഒരു
നമുക്ക് എളുപ്പമായിട്ട് തോന്നും. പിന്നീട് നമുക്കൊരു പാറ്റേൺ കിട്ടിയാൽ പോലും തന്നെ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുവേ. ആദ്യമേ കുറച്ച് 2, 3 വീഡിയോസ് ഞാൻ ഈ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചസും എങ്ങനെയാണ് പുൾ ചെയ്യുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നീട് നമുക്ക് ഓരോ പാറ്റേൺ റെഫർ ചെയ്തും ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പാറ്റേൺ നമുക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു 10th റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാവേ. ഈ ഒരു 10th റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് 22 സിംഗിൾ ക്രോഷേ ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വൈറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാവേ. അപ്പം ഞാൻ ഒരു റൗണ്ടും കൂടെ വെച്ച് നമ്മളുടെ ഈ ഒരു ഹാറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പോവുക. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു 10th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലെ ഓരോ സ്റ്റിച്ചിൽ ഇപ്പം നമുക്ക് 22 സിംഗിൾ ക്രോഷേ ആണ് ഉള്ളത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഹാറ്റ് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു ഹാറ്റിൻ്റെ ലുക്കൊക്കെ ഇല്ലേ? അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീക്കകത്തൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്ത് അതൊന്ന് ഹൈഡ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ തൊപ്പി ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള തൊപ്പിയായിട്ടില്ലേ, കണ്ടോ? നമ്മുടെ കയ്യിലൊക്കെ വെക്കുന്ന ആ ഒരു അളവേ ഉള്ളൂ. ഈ ഒരു ഹാറ്റിൻ്റെ അളവ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാം. അതിന് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഹാറ്റിന് ചെയ്ത പോലെ തന്നെ വൈറ്റ് യാൺ എടുത്തിട്ട് മാജിക് റിങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് 6 സിംഗിൾ ക്രോഷേ ചെയ്ത് അതൊന്ന് ടൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഹോള് ക്ലോസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആവും. അതാണ് ആദ്യത്തെ റൗണ്ട്. പിന്നീട് അടുത്ത റൗണ്ട് ഈ ഒരു 6 സ്റ്റിച്ചസാണ് നമുക്കുള്ളത്. അതിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവും. അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്കൊരു ബോൾ പോലൊരു കിട്ടും. അതല്ല നിങ്ങൾക്ക് യാൺ എന്തെങ്കിലും പേപ്പറിനകത്ത് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അതല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും മുത്തോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താലും മതി. നമ്മുടെ കയ്യിൽ എന്താണോ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഈ നൂലിൽ തന്നെ ഇപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി 6 സ്റ്റിച്ചസ് അതിലായിട്ട് ടോട്ടൽ 6 സ്റ്റിച്ചസ് വരുന്ന പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതും കംപ്ലീറ്റ് ആവും. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് കയറ്റാൻ കുറച്ച് പാട്. അപ്പോൾ നമ്മളൊന്ന് നല്ലപോലെ ഫോഴ്സായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കയറി വരും. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഇവിടെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് ടൈറ്റായിട്ടാണ്. കാരണം ഹോളൊന്നും വരാതിരിക്കാൻ നമ്മൾ കുറച്ച് ബേസ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുന്നതനുസരിച്ച് അതുകൊണ്ടാണ് ഇത്രയും ടൈറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ചും കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വലിച്ചു വിടുകണേ. കുറച്ച് ടൈറ്റായിട്ട് ഇരുന്നാലേ നമ്മൾ ചെയ്യുന്ന ഓരോ ക്രോഷേഴ്സും ഒരു നല്ല രീതിയിൽ വരുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സംഭവം അവിടെ അതാവും. പിന്നെ നമുക്ക് ഉള്ള യാണൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു റൗണ്ടായിട്ടുള്ള ബോൾ പോലത്തെ സംഭവം കുറച്ച് സെറ്റാവും. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് അധികം ടൈറ്റായി പോയത് കൊണ്ടാണ് ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പം ചെയ്ത് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഹോൾ വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ബോൾ പോലെ ഇരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു സംഭവം ചെയ്തതെല്ലാം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈൽ ഇട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ യൂസ് ചെയ്ത് ആ ഒരു തൊപ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഗ്ലൂ യൂസ് ചെയ്താണ് ഒട്ടിച്ചത്. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ പുതിയ ഏത് ക്രോഷേ ആണ് വേണ്ടുന്നതെന്നുള്ളത് നിങ്ങൾ പറയണേ. അതേപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. എന്തെങ്കിലുമൊക്കെ ഞാൻ പുതിയതായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബോൾ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ബാക്കിയുള്ള നൂലൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു. അകത്തുനിന്ന് നമുക്കത് പുള്ള് ചെയ്തിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ബോൾ പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു നൂലുണ്ടല്ലോ, അത് അകത്തും കൂടെ വലിച്ചിട്ട് നമ്മൾ ടൈ ചെയ്തതിന് പിന്നീട് നമുക്ക് അതൊന്ന് സംഭവം ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റാവും. പിന്നെ നമ്മൾ ആ ഒരു വൈറ്റ് പാർട്ടുണ്ടല്ലോ, വൈറ്റ് പാർട്ട് ഒന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. ഒരു തൊപ്പിയുടെ ഒരു ലുക്കൊക്കെ വരാൻ വേണ്ടിയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി തോന്നിയത്. നിങ്ങൾക്ക് തന്നെ പറ, നോക്കുമ്പം ഒരു തൊപ്പിയുടെ ഒരു ലുക്കൊക്കെ വന്നില്ലേ. അപ്പം നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഒട്ടിച്ച് കൊണ്ടുവരാം.
ഇതേപോലെ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നെങ്കിൽ അതും കൂടെയൊക്കെ വെട്ടി അങ്ങോട്ട് കളയുക. പിന്നെ അതാ സംഭവം കൂടെ ഒട്ടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ക്യൂട്ടായിട്ടുള്ളൊരു തൊപ്പി, നമ്മുടെ ക്രിസ്മസ് ട്രീയിലോ ഒക്കെ തൂക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ്. നമ്മൾ ചുമ്മാ ഇതെങ്ങനെ പോയാലും നമുക്ക് വാങ്ങണമെങ്കിൽ ഇപ്പം ഒരു പ്ലാസ്റ്റിക്കിലോ വല്ലതും ആണെങ്കിൽ 5-10 രൂപ കൊടുക്കണം. ഇതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ പിഗ്ഗിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ചെവി സെറ്റ് ചെയ്തതാണ് എനിക്കിഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് സെറ്റ് ചെയ്തതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ചെവിയിലാണോ അതോ നടുക്കാണോ? നടുക്ക് വെച്ചപ്പം എനിക്കൊരു ബർത്ത്ഡേ വൈബ് വന്ന് അത്. എന്നിട്ട് നമുക്കിതേപോലെ ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, നടുക്കാണ് ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷേ ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെവി വെച്ചാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. ഇപ്പം നമ്മളുടെ പിഗ്ഗിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂടിയില്ലേ? അപ്പം നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ പറയണം. അടുത്ത ഏതാണ് ക്രോഷ്യ വേണ്ടുന്നതെന്നുള്ളതും ഒക്കെ പറയണേ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.